തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴേ ട്രെൻഡ് തുടങ്ങിയിട്ടുണ്ട്. അതായത് ബാംഗ്ലൂരിൽ നിന്ന് കിട്ടിയതാണോ ഫിലിമിൽ നിന്ന് കിട്ടിയതെന്ന് അറിയാം. ഇപ്പൊ ഫിലിമിലല്ല, ബാംഗ്ലൂരിൽ നിന്ന് കിട്ടിയ ഇപ്പൊ പെൺപിള്ളേര് കാലിൽ ചരട് കെട്ടുന്നുണ്ട്. എനിക്ക് ഇതിനെ കുറിച്ച് അറിയില്ല കേട്ടോ. ഞാൻ സെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. അതായത് വിദേശത്ത് വേശ്യമാരാണ് കാലുമേല് ഈ ഒരു കാലുമേൽ ചരടണം. വേശ്യ, പ്രോസ്റ്റിറ്റ്യൂട്ട്സ്. അപ്പൊ ഞാനൊരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ്, നിനക്ക് വേണോ വരാൻ തയ്യാറാണ്. അപ്പൊ കാലിൽ നോക്കിയാൽ മതി, അവളെ പരിപാടിക്ക് കിട്ടും. അപ്പോൾ ചങ്ങന്മാര് സുഖമല്ലേ? ഞാൻ ഈ വീഡിയോ എന്തിനാ ഇടുന്നത് അറിയുമോ? ഈ പറഞ്ഞ വാക്കുണ്ടല്ലോ, ഇതൊരു പള്ളിയിൽ അച്ഛനാണ്. ഏതായാലും അച്ഛന് ഒരുപാട് നമസ്കാരം കേട്ടോ. കാരണം ഈ വിഷയങ്ങൾ ഒരു തലയെ കെട്ടിപ്പോൾ നമ്മളെപ്പോലെ ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഭീകരൻ എന്ന് വിളിക്കുക. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഭീകരൻ, നമ്മളൊക്കെ പല കമൻറ്റ് നോക്കിയാടെ ഇതേതാ ഭീകരൻ എന്നൊക്കെയാണ് ചോദിക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരെ തലയിൽ കെട്ടിയിട്ട് തൊപ്പിയിട്ടിട്ട് ഒരാൾ വന്നിങ്ങാണ്ട് പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഇത് സംസാരിച്ച് ഇത് പറഞ്ഞ് നോക്കിയിട്ട് അത് പുറത്ത് കേട്ട് കഴിഞ്ഞാൽ അയ്യോ അതിൻ്റെ ഗുരുമാല പിന്നെ തീരൂല. പിന്നെ 6-ാം നൂറ്റാണ്ടുകാരാകും, പിന്നെ വെളിവില്ലാത്തവരാകും, ഇവരെവിടുന്നാണ് വന്നതെന്നാകും. പിന്നെ ഇവിടെ കോലാഹലം തീരൂല. പിന്നെ പല പല നിയമങ്ങളുടെ പേക്കിൽ പലരും പോക്കായി. എത്രത്തോളം പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിന് തന്നെ മുസ്ലിമിൻ്റെ പേരും വെച്ചിട്ട് ഇറങ്ങിയ കുറേ ആൾക്കാരുണ്ട്. വാദങ്ങളുമായി വരുന്ന ചില ആൾക്കാർ, അവരൊക്കെ അങ്ങോട്ട് ഇറങ്ങും സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ പണ്ട് മുതലേ നമ്മളൊക്കെ പറയുന്നൊരു കാര്യമാണ്. അത് ഇസ്ലാമിൻ്റെ ചട്ടക്കൂടിൽ ജീവിക്കാൻ വേണ്ടി നമ്മൾ പറയുമ്പോൾ അതൊക്കെ പഴഞ്ചനാണ് 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 എന്ന് പറഞ്ഞിട്ട് ഇപ്പം തന്നെ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ചില പെണ്ണൊക്കെ പറയുന്നുണ്ടായിരുന്നു, അതായത് മുസ്ലിം ലോ മാറ്റാൻ വേണ്ടി പോടാത്ത കുറേ ആൾക്കാരുണ്ട്, നമ്മളെക്കുറിച്ചാണ് പറയണത്. അപ്പോൾ അവർക്ക് എന്തൊക്കെയോ ചെയ്യണം. അപ്പോൾ അതിന് ഇത് ഇസ്ലാമിൻ്റെ നിയമങ്ങളൊന്നും മാറ്റപ്പെടുന്നില്ല, അതുകൊണ്ട് ബേജാറാകുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് ഇതെങ്ങാനും ഈ പറഞ്ഞത് ഇപ്പം ഞാനോ അല്ലെങ്കിൽ എന്നെപ്പോലുള്ള മറ്റുള്ള ഉസ്താദന്മാരോ ആണെങ്കിൽ യുദ്ധം തീരൂല. ഇവിടെ പിന്നെ കേസും കൂട്ടങ്ങളുമായി പിന്നെ ഇതിനെക്കുറിച്ച് ചർച്ചയായി അന്ത്യചർച്ചയായി എല്ലാം കൊണ്ടും മുന്നോട്ട് പോകും. സഹോദരങ്ങൾ, ഏതായാലും ഇതിനെക്കുറിച്ച് ഞാൻ എന്തായാലും പറയുന്നില്ല. പറയേണ്ടതൊക്കെ ആ പള്ളിയിൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് പറയണം, പറയേണ്ടവരൊക്കെ പറയണം. ഇപ്പം മുമ്പ് അൻസാരി ഉസ്താദ് അങ്ങനെ പറയണ്ടായിരുന്നു. ഇത് നമ്മളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോയതാണ്, ഇപ്പം നിർത്തി. ഇതിപ്പോൾ ഓരോരുത്തർ ഏറ്റെടുക്കുകയാണ്. കാരണം അവർക്കും തിരിഞ്ഞ് ഇത് തെറ്റാണ്, ഇത് മോശമാണെന്നുള്ളത് പറഞ്ഞേ പറ്റൂ എന്നുള്ള ലെവലിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇതൊരു പാഠമാവട്ടെ. ഇനിയും കല്ലെറിയുന്നവർ എറിയാതിരിക്കുക എന്താ ചെയ്തോളൂ. പക്ഷെ കാര്യങ്ങൾ ബോധമുള്ളവർ ബോധിക്കട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.